الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار അല്ലാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകളെ, തഖ്വയുള്ളവരായി ജീവിക്കുകയും അതുവഴി ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു പൊരുത്തപ്പെടുന്ന ജീവിതം സമ്പാദിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ നിയോഗിച്ചത് ആരിലേക്കാണ്? 313 മുർസലുകളെ നിയോഗിച്ചിട്ടുണ്ട്. 1,24,000-ഓളം നബിമാരെയും നിയോഗിച്ചിട്ടുണ്ട്. നബി ആരാണ്, റസൂൽ ആരാണെന്ന് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്. നുബുവത്ത് തർബിയത്തിന് വേണ്ടിയുള്ളതാണ്, സമൂഹത്തിൻ്റെ റിസാലത്ത് ദഅവത്തിനും കൂടിയുള്ളതാണ്. ഈ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് വളരെ കൃത്യമായ അടുക്കും ചിട്ടയോടുകൂടിയാണ് നബിമാരെ അയച്ചിരിക്കുന്നത്. ഒന്നും സുമാറല്ല, യാദൃച്ഛികവുമല്ല, മനഃപൂർവ്വമാണ്. അത് അല്ലാഹു തആല വളരെ കൃത്യമായി ഓരോ സമൂഹത്തിലേക്കും ഓരോ നബിമാരെ നിയോഗിക്കുന്നതിനെ സംബന്ധിച്ചും അതിൻ്റെ കാര്യകാര്യങ്ങളെ സംബന്ധിച്ചും വിശദീകരിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് അല്ലാഹു തആല മുർസലുകളെ അഥവാ നൂഹ് നബി തൊട്ട് അഷ്റഫുൽ ഖൽക്ക് വരെയുള്ള 313 റസൂലുകളെ നിയോഗിച്ച സമൂഹം ആരാണ്? അവരല്ലാഹുവിനെ സംബന്ധിച്ചൊന്നും അറിയാത്ത വെറും സങ്കല്പങ്ങളും ഭാവനകളും വെച്ച് പുലർത്തുന്ന ഒരു സമൂഹത്തിൻ്റെ സങ്കല്പങ്ങളെയും ഭാവനകളെയും തിരുത്താനാണോ റസൂലുകളെ നിയോഗിച്ചത്? ഖുർആനും സുന്നത്തും പരിശോധിച്ചാൽ അങ്ങനെ അല്ല എന്നാണ് മനസ്സിലാകുന്നത്. തികച്ചും പൂർവ്വ പ്രവാചകന്മാരിൽ നിന്ന് ദീനുൽ ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുന്ന സമൂഹത്തിലേക്കാണ് അല്ലാഹു തആല റസൂലുകളെ അയച്ചിരിക്കുന്നത്. അപ്പോഴേ റിസാലത്തിൻ്റെ ദൗത്യം പൂർത്തിയാവുള്ളൂ. എന്നുവെച്ചാൽ ഒന്നും തിരിയാത്ത പൊട്ടന്മാരായൊരു സമൂഹത്തിലേക്കല്ല അല്ലാഹു സുബ്ഹാനഹു ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുള്ള സമൂഹത്തിലേക്കാണ് അല്ലാഹു തആല റസൂലുകളെ അയക്കുന്നത്.
ഓറിയന്റലിസ്റ്റുകളും ഷിയാക്കളും ഖുറൈശി സമൂഹത്തെ സംബന്ധിച്ച് വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കാറുണ്ട്. ഓറിയന്റലിസ്റ്റുകൾ ഡാർക്ക് ഏജ് എന്ന് പേരിട്ടത് വെറുതെ അല്ല, മനഃപൂർവ്വമാണ്. ആ കാലഘട്ടത്തെ ഡാർക്ക് ഏജ് എന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്, ഇരുണ്ട യുഗം. ഇവിടെ വലിയൊരു ചതി നടന്നിട്ടുണ്ട്. ഹസ്രത്ത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തെ ഈ മോഡേൺ ഹിസ്റ്ററിക്കാർ ബാബിലോണിയൻ യൂപ്പട്ടീസ് ടൈഗ്രീസ് നദീതട സംസ്കാരം എന്നാണ് പേരിട്ടിരിക്കുന്നത്, അല്ലേ? അതിനുശേഷം വന്ന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തെ മോഡേൺ ഹിസ്റ്ററിക്കാരൻ പേര് മാറ്റി വിളിച്ചത് ബാബിലോണിയൻ സംസ്കാരം എന്നല്ലേ? അത് കഴിഞ്ഞിട്ട് വന്ന ഫറോവ കാലഘട്ടത്തെ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തെ മോഡേൺ ഹിസ്റ്ററിക്കാരൻ എന്താ പേരിട്ടത്? നൈൽ നദീതട സംസ്കാരം എന്ന്. നിങ്ങൾ ഇച്ചിരി വിവരമുള്ളവർക്ക് തിരിയും പെട്ടെന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിക്കലായിട്ട്. അത് കഴിഞ്ഞിട്ട് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിന് എന്താണ് മോഡേൺ ഹിസ്റ്ററിക്കാരൻ പേരിട്ടത്? റോമൻ ഗ്രീക്ക് സംസ്കാരം എന്ന്. കേട്ടിട്ടില്ലേ? അഷ്റഫുൽ ഖൽക്കിൻ്റെ കാലഘട്ടത്തെ പരിചയപ്പെടുത്തിയത് ഡാർക്ക് ഏജ് എന്ന്. എന്താ കാര്യം? അത്ര ഇരുണ്ട യുഗമായിരുന്നു ആ കാലഘട്ടം. പൂർവികന്മാരായ മുർസലീങ്ങളുടെ കാലഘട്ടത്തെ എല്ലാം വളരെ സുന്ദരമായ സംസ്കാരത്തിൻ്റെ കാലഘട്ടമാണെന്നും അഷ്റഫുൽ ഖൽക്ക് വന്നത് ഇരുണ്ട യുഗത്തിലാണെന്നും പറഞ്ഞത് അത് മനഃപൂർവ്വമാണ്. അത് ഭയങ്കര ചതിയാണ്. അത് ഓറിയന്റലിസ്റ്റുകളുടെ ജൂതനസാറ വിഭാഗത്തിൻ്റെ കൊടിയ ചതി അതിൻ്റെ പിറകിലുണ്ട്. ഒരിക്കലും ചരിത്രം അങ്ങനെയല്ല. വളരെ കൃത്യമായി ലോകത്തിൻ്റെ ഗതിവിഗതികളെ അറിയാവുന്ന ഒരു സമൂഹമാണ് ഖുറൈശികൾ. ഓരോ റസൂലിൻ്റെ കഥയെടുത്താലും നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്? ആദമീ ശരീഅത്തനുസരിച്ച് ഇദ്രീസിൻ്റെയും ഷീസിൻ്റെയും തർബിയത്തിൽ വളർന്നു വന്ന ഒരു സമൂഹത്തിലെ പുരോഹിതന്മാർ അവരെ അള്ളാഹുവിന് ഇടയാളകളാക്കി തീർത്തപ്പോൾ, മഹാന്മാരായ ഔലിയാക്കളെ വസായിത്തുകൾ ഇടയാളുകളാക്കി തീർത്തപ്പോൾ അവരെ ഉദ്ധരിക്കാനാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം റസൂലായിട്ട് വരുന്നത്. ഒരു ചുക്കും തിരിയാത്ത കൗമാണോ അവർ? ആദമീ ശരീഅത്തനുസരിച്ച് അമൽ ചെയ്യുന്ന കൗമായിരുന്നില്ലേ അവർ? ഷീസിൻ്റെയും ഇദ്രീസിൻ്റെയും തർബിയത്തനുസരിച്ച് അമൽ ചെയ്യുന്ന ഒരു കൗമായിരുന്നില്ല അവർ? പെട്ടെന്ന് ഒരു മുട്ടിപ്പുളക്കലായിരുന്നോ ജഹാലത്ത്? അവരെയാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദഅവത്ത് ചെയ്യുന്നത്. എന്താ, അവരെത്ര മോശക്കാരാണോ? അള്ളാഹുവിനെ പറ്റി നന്നായിട്ട് അറിയുന്നവരല്ലേ അവർ? നുബുവത്തിനെ പറ്റി നന്നായിട്ട് അറിയുന്നവരല്ലേ അവർ? ഇസ്ലാമും ഇസ്ലാമിൻ്റെ ലക്ഷ്യവും എന്താണെന്ന് നന്നായിട്ട് അറിയുന്നവരല്ലേ അവർ? അവരിലേക്ക് പിന്നെ എന്തിനാ ഒരു റസൂൽ? ഇന്നാ അർസൽനാ നൂഹൻ ഇലാ ഖൗമി. എന്തിനായിരുന്നു? അൻ അൻദിർ ഖൗമക്, താക്കീത് ചെയ്യാൻ വേണ്ടി നൂഹ് നബിനെ ഞാൻ അയച്ചു എന്നല്ലേ അള്ളാഹ് പറഞ്ഞിരിക്കുന്നത്? താക്കീത് ചെയ്യാൻ മാത്രം അവരെന്താണ് തെറ്റ് ചെയ്തത്? അവരെന്ത് കുഴപ്പമാണ് ചെയ്തത്? ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ അവരുടെ ഒരു കുഴപ്പവും വിശദീകരിക്കപ്പെട്ടിട്ടില്ല. ഒറ്റ കുഴപ്പമല്ലാതെ 5 ഔലിയാക്കൾക്ക് ജാറം കെട്ടി ഇലാഹ് നിർത്തി വിളിച്ചു എന്ന കുഴപ്പമല്ലാതെ. പരിശുദ്ധ ഖുർആനല്ലേ? സൂറത്തു നൂഹ് വിശദീകരിച്ചിട്ടുണ്ടല്ലോ കൂട്ടരെ ഈ വിഷയം. ഞാൻ അന്നേ നിങ്ങളോട് പറയാറുണ്ടല്ലോ, നിങ്ങളോട് മീൻസ് ഈ ഷീഈ പുരോഹിതന്മാരോടും ഷീഈ തർക്കവാദികളോടും നമ്മൾ പറയാറുണ്ട് എന്താണ്? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി അള്ളാഹ് പറഞ്ഞത് ഇന്നാ അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി, നൂഹ് നബിനെ ഖൗമിലേക്ക് നാം റസൂലാക്കി അയച്ചു. എന്തിന്? അൻ അൻദിർ ഖൗമക്, നിങ്ങളെ ഖൗമിനെ താക്കീത് ചെയ്യാൻ. താക്കീത് ചെയ്യണമെങ്കിൽ അത്രയും വലിയ പാതകം ചെയ്തിരിക്കേണ്ട കൂട്ടരെ. എങ്കിൽ നൂഹ് നബിന്റെ ഖൗം ചെയ്ത പാതകം എന്താണ്? അതും വിശദീകരിക്കേണ്ടതല്ലേ? പ്രമാണങ്ങളെ കൊണ്ട് വിശദീകരിക്കണം. മുസ്ലിയാക്കന്മാർ വായ കൊണ്ട് വിശദീകരിച്ച സംഗതി നടക്കൂല. പ്രമാണങ്ങൾ കൊണ്ട് വിശദീകരിക്കണം. നൂഹ് നബിന്റെ ഖൗം ചെയ്ത എത്രയും വലിയ പാതകം എന്താണ്? ഒരു ഇൻദാർ, അൻ അൻദിർ ഖൗമക മിൻ ഖബലി അൻ യഅതിയഹും അദാബുൻ അലീം. ഭയങ്കരമായ ശിക്ഷ പിടികൂടുന്നതിനു മുമ്പ് അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കാൻ നാം നൂഹിനെ നിയോഗിച്ചു. എന്താ അത്ര വലിയ തെറ്റെയ്തത് അവര്? അത് പറയണം, പ്രമാണങ്ങൾ കൊണ്ട് വെളിപ്പെടുത്തണം. നൂഹ് നബിന്റെ ഖൗം ഇന്ന തെറ്റാണ് ചെയ്തത്, അത് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് മുന്നറിയിപ്പിന് വന്നത്. അങ്ങനത്തെ ഒരു തെറ്റും അങ്ങനെ ഒരു ഗൗരവമുള്ള ഒരു പാപവും ആ കാലഘട്ടത്തിലെ ജനം ചെയ്തതായിട്ട് തെളിവില്ല. ഒറ്റ പാപമൊഴിയെ, അതാണ് താൻ പാവം താൻ. എന്താണത്? അവർ 5 ഔലിയാക്കളെ വദ്ദിൻ്റെയും സുവായിൻ്റെയും യഊക്കിൻ്റെയും യഹൂസിൻ്റെയും നസ്റിൻ്റെയും ജാറങ്ങൾ ഉണ്ടാക്കി. ഖുർആൻ പറഞ്ഞതല്ലേ, വലാ തദറുന്ന വദ്ദൻ വലാ സുവാഅ വലാ യഊക വയഊസ വനസ്ര. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിന്റെ വഹദാനിയത്തിലേക്ക് ഇടയാള് പറ്റൂല എന്നും പറഞ്ഞിട്ട് അത് പറയാൻ തുടങ്ങിയപ്പോൾ ദാ ഇടയാളോ ഒഴിവാക്കിയേക്കണ്ട കേട്ടോ എന്ന് അവിടുത്തെ മുസ്ലിയാക്കന്മാരെ പ്രസംഗിച്ചതല്ലേ നൂഹ് നബി അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നത് ഖുർആൻ ശരീഫില്, നൂഹ് സൂറത്തില്.
അവിടെ മുസ്ലിയാക്കന്മാർ ജനങ്ങളെ വിളിച്ചു കൂട്ടിയിട്ട് പ്രസംഗിച്ചത് എന്താണ്? ലാ തദറുന്ന ആലിഹത്തക്കും. നൂഹ് പറയുന്ന മാതിരി അള്ളാനെ മാത്രം പിടിച്ചിട്ട് ബാക്കിയുള്ള ആളെ വിട്ടേക്കണ്ട കേട്ടോ. ഈ ബാക്കിയുള്ള ആൾ ആ കാലഘട്ടത്തിൽ ആരാ? വല്ലാഹി വദ്ദ് സുവാഇ യഊഖ് യഊസ് നസ്ർ അല്ലാതെ വേറെ ഒരാളെയും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല. ഒരു സാങ്കല്പിക ദൈവത്തെ ഈ ചരിത്രത്തിൽ കാണിച്ചു തരാൻ കഴിയില്ല, പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഈ 5 ഔലിയാക്കളെ അല്ലാതെ. അന്ന് മുസ്ലിയാക്കന്മാർ അവരോട് പ്രസംഗിച്ചത് അതാണ്. ആളെ കൂട്ടിയിട്ട് നൂഹ് നബി അള്ളാഹുവിന്റെ വഹദാനിയത്തിലേക്ക്, തൗഹീദിലേക്ക് ജനത്തിനെ ക്ഷണിക്കാൻ തുടങ്ങിയപ്പോൾ ആ ഖൗം എന്താ ചെയ്തതെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അന്ന് നൂഹ് നബിക്ക് എതിരായിട്ട് സമൂഹത്തെ സംഘടിപ്പിച്ചുകൊണ്ട് പള്ളിയിലെ ഇമാമിങ്ങളും ഖത്തീവുമാരും മുദരിസുമാരും ഖാദിമാരും, അത് ജില്ലാ ഖാദിയാവാം, സ്റ്റേറ്റ് ഖാദിയാവാം, നാഷണൽ ഖാദിയാവാം, വേൾഡ് ഖാദിയാവാം, ഏത് ഖാദിയായാലും ശരി, അവരെല്ലാം കൂടി സമൂഹത്തെ ലക്ഷക്കണക്കിന് വരുന്ന ഇറാഖിലെ മുസ്ലിമീങ്ങളെ വിളിച്ചുകൂട്ടിയിട്ട് വയല് പറഞ്ഞത് എന്താണ്? ലാ തദറുന്ന ആലിഹത്തക്കും. നൂഹ് പറയുന്നത് പോലെ അള്ളാനെ മാത്രം പിടിച്ചിട്ട് നിങ്ങൾ നിങ്ങളെ ശേഖന്മാരെ കൈവിട്ടേക്കണ്ട. എന്നിട്ട് വിശദീകരിച്ചു, വലാ തദറുന്ന വദ്ദ, വദ്ദ് തങ്ങളെ കൈവിട്ടേക്കണ്ട. സുവാഅ തങ്ങളെ കൈവിട്ടേക്കണ്ട. യഊഖ് തങ്ങളെയും യഊസ് തങ്ങളെയും നസ്ർ തങ്ങളെയും കൈവിട്ടേക്കണ്ട. ഇവിടെ ഞാൻ തങ്ങൾ എന്ന് പറയാൻ കാരണം എന്താണ്? ഇബ്നു അബ്ബാസിന്റെ തഫ്സീറാണ്. ഈ 5 ആൾക്കാരെ പറ്റി ഇബ്നു അബ്ബാസ് സൂറത്തു നൂഹിലെ ഈ ആയത്തിന് തഫ്സീർ എടുത്തത് ഹൗലായി അസ്മാഉ റിജാലിൻ സാലിഹീന മിൻ ഖൗമി നൂഹ് എന്നാണ്. നൂഹ് നബി അഭിമുഖീകരിച്ച കൗമിലെ സ്വാലിഹീങ്ങളായ ചില മഹാന്മാരായിരുന്നു ഇവര് എന്ന് ഇബ്നു അബ്ബാസിന്റെ തഫ്സീറാണ്. ഇത് ഏതെങ്കിലും മുസ്ലിയാർ പറഞ്ഞതല്ല. മറുപുറത്ത് പറയുന്നതെല്ലാം മുസ്ലിയാക്കന്മാരുടെ സ്വപ്നങ്ങൾ മാത്രമാണ്, കിനാവുകൾ മാത്രമാണ്, ഷൈത്താൻ അവരെ നാവിലിട്ട് കൊടുത്ത കള്ളത്തരങ്ങൾ മാത്രമാണ്. ഇവിടെ വ്യക്തമാക്കേണ്ട കാര്യം എന്താണ്? ഇന്ന് നിലവിലുള്ള ശിർക്കിന്റെ തുടക്കം എന്താണ്? അമ്പലമാണോ? വല്ലാഹി അല്ല. ചർച്ചാണോ? അല്ല. അമ്പലം വന്ന് എപ്പോഴാ കൂട്ടരെ? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒക്കെ വഫാത്തായി കാലങ്ങൾ കഴിഞ്ഞ് ദ്രാവിഡ മതക്കാരല്ലേ ആദ്യമായിട്ട് അമ്പലം ഉണ്ടാക്കുന്നത്. അതിനവർക്ക് പ്രചോദനം നൂഹ് നബിന്റെ ഖൗമിലെ വദ്ദു സുവാഉ അല്ലേ, ജാറമല്ലേ. അത് കഴിഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞ് ഇബ്രാഹിം നബിക്ക് ശേഷമല്ലേ ആര്യമതക്കാർ വരുന്നതും അമ്പലം ഉണ്ടാക്കുന്നതും. അതിനവർക്ക് പ്രേരകം ഈ വദ്ദിന്റെയും സുവാഇന്റെയും ജാറയല്ലേ. അത് കഴിഞ്ഞിട്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലം വന്നിട്ടല്ലേ ജൂതമതവും അതിനുശേഷം അള്ളാഹുവിന് പകരക്കാരുണ്ടായത് ഉസൈറിനെ പോലെ. അവർക്കും പ്രചോദകം നേരത്തെ വന്നവരല്ലേ, നൂഹ് നബിന്റെ കാലക്കാരല്ലേ. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ആകാശത്തിലേക്ക് പോയിട്ട് 200-300 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ സെന്റ് പോൾ ക്രിസ്തുമതം ഉണ്ടാക്കിയത്. അപ്പോഴല്ലേ ത്രിയേകത്വവും മറ്റൊക്കെ നിലവിൽ വന്നത് അല്ലേ. അതിനുശേഷം അല്ലേ. നൂഹ് നബിന്റെ കാലഘട്ടമായിട്ട് ഇതിനെന്താണ് ബന്ധം? ഈ പറയപ്പെട്ടതൊന്നും അടിസ്ഥാനമല്ല. അമ്പലമാവട്ടെ, ചർച്ചാവട്ടെ, സെനഗോഗാട്ടെ, അതേപോലെ തന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള ദേവീ ദേവാലയങ്ങളാവട്ടെ, ഇതൊന്നും അടിസ്ഥാനപരമായി സ്വതന്ത്രമായി ഉണ്ടായതല്ല. നൂഹ് നബിന്റെ ഖൗം ഉണ്ടാക്കിയ ജാറത്തിൽ നിന്ന് ഉത്ഭൂതമായതാണ്. അതുകൊണ്ടാണ് അതിനെപ്പറ്റിയൊന്നും അള്ളാഹു തആല ചർച്ച ചെയ്യാത്തത്. രാമനെ പറ്റി അള്ളാഹ് ചർച്ച ചെയ്തോ? കൃഷ്ണനെ പറ്റി അള്ളാഹ് ചർച്ച ചെയ്തോ? അതേപോലെ വദ്ദിനെ പറ്റി യൂസുഫിനെ പറ്റി ചർച്ച ചെയ്തില്ലേ? എന്തുകൊണ്ടാണ് രാമകൃഷ്ണ ബിംബങ്ങൾ ചർച്ചയ്ക്ക് വരാതിരുന്നത്? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം നിലവിലുണ്ട്, അതിന്റെ ബാക്കിയായിട്ട് വായിച്ചാൽ മതി. അതുകൊണ്ട് അത് മാത്രമായിട്ട് വന്നെങ്കിലല്ലേ അതിനെപ്പറ്റി ചർച്ച ചെയ്യേണ്ടതുള്ളൂ. ഇത് തിരിച്ചറിയാൻ ഈ സമുദായത്തിന് കഴിയണം. ഹദ്റത്ത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വന്നതും ഇസ്ലാം എന്താണെന്ന് അറിയാവുന്ന ഒരു സമൂഹത്തിലേക്കല്ലേ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടെ ഇട്ടേച്ചു പോയ ശരീഅത്തിന്റെ ഭാഗവുമായിട്ടല്ലേ. നൂഹ് നബിന്റെ ഖൗം 100% നശിച്ചു തീർന്നിട്ടില്ലല്ലോ. മുശ്രിക്കീങ്ങളെ, ജാറത്തിന്റെ ആൾക്കാരെയല്ലേ അല്ലാഹു തആല വെള്ളപ്പൊക്കത്തിൽ കൊന്നിട്ടുള്ളൂ. നൂഹ് നബിന്റെ ഒന്നിച്ച് കപ്പലിൽ യാത്ര ചെയ്ത 70ഓളം കുടുംബം ദുനിയാവിൽ ബാക്കിയില്ലേ? അവരെ ഇസ്ലാമിക ശരീഅത്ത്, നൂഹി ശരീഅത്തും നൂഹി റിസാലത്തും ബാക്കിയില്ലേ? അവരിൽ നിന്നല്ലേ ഇബ്രാഹിം ഈ കാലഘട്ടം വരുന്നത്. കൂട്ടരെ, ഇറാഖിൽ ജനവാസം വരുന്നതും ഇറാഖിലെ ജനങ്ങൾ ആ നൂഹ് നബിന്റെ കപ്പലിൽ നിന്ന് ഇറങ്ങിയ ഒരു സമൂഹത്തിന്റെ പിന്തുടർച്ചക്കാരായി അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കുകയായിരുന്നില്ലേ? അതിൽ നിന്നല്ലേ ഭരണകൂടം പുരോഹിതന്മാരെ വെച്ചുകൊണ്ട് ജാറങ്ങളെയും ജാറ പൂജകളും ഉണ്ടാക്കി ഇബ്രാഹിം നബിന്റെ കാലഘട്ടത്തിൽ ഒട്ടനവധി ക്ഷേത്രങ്ങൾ ഉണ്ടാക്കിയത്. അതും അല്ലാഹു തആല കൈകാര്യം ചെയ്തില്ലേ? അത് കഴിഞ്ഞിട്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നത് ഇബ്രാഹിമി ശരീഅത്ത് നിലവിലുള്ളൊരു സമൂഹത്തിലേക്കല്ലേ. ഇബ്രാഹിമി ശരീഅത്തും ഇബ്രാഹിമി മില്ലത്തും നിലവിലുള്ളൊരു സമൂഹത്തിലേക്കല്ലേ ഇബ്രാഹിം നബിന്റെ മകൻ ഇസ്ഹാക്കിന്റെ പേരക്കുട്ടികളായിട്ട് ഈസാ നബി വരുന്നത്. ആ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമും പൂർവിക ശരീഅത്തനുസരിച്ച് ജീവിച്ചൊരു സമൂഹത്തിന് ദഅവത്ത് ചെയ്യാൻ വേണ്ടി വന്നതല്ലേ.
അത് കഴിഞ്ഞിട്ടല്ലേ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നത്. ഇസ്ഹാഖ് നബിന്റെ പാരമ്പര്യത്തിൽ ഇമ്രാന്റെ കുടുംബത്തിൽ അവസാനത്തെ പ്രവാചകൻ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം. ആ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പൂർവികനായ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ദാവൂദ് നബിന്റെ തൗറാത്ത് സബൂറും അത് ഉൾക്കൊണ്ടുകൊണ്ട് ദഅവത്ത് ചെയ്യാൻ വേണ്ടി വന്നാളെ. യാ ബനി ഇസ്രായീൽ ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത്ത് തൗറാത്ത്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്രായേലി സമൂഹം ദ്രോഹിച്ചപ്പോൾ അവരെ വിളിച്ചു കൂട്ടിയിട്ട് പ്രസംഗിച്ച വിഷയമല്ലേ അള്ളാഹു ഖുർആന്റെ അടുത്ത് ഉദ്ധരിച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം നല്ലൊരു പ്രാസംഗികനാ. ഇസ്രായേലി മക്കളെ വിളിച്ചു കൂട്ടിയിട്ട് പ്രസംഗിക്കും, നല്ല ശൈലിയിൽ പ്രസംഗിക്കും. ആ പ്രസംഗത്തിന്റെ ഒരു ഭാഗമാണ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പറ്റി അള്ളാഹു തആല വിശദീകരിച്ചത് ഖുർആൻ ഷരീഫിൽ. വഇദ് ഖാല ഈസ ഇബ്നു മറിയം, മറിയമിന്റെ ഈസ പ്രസ്താവിച്ച സന്ദർഭം. യാ ബനി ഇസ്രായീൽ, ഓ ഇസ്രായേൽ സന്തതികളെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും, ഞാൻ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട റസൂല. നിങ്ങൾ എന്നെ കളവാക്കരുത്, എന്നെ ചീത്ത പറയരുത്, എൻ്റെ ഉമ്മാനി നിങ്ങളെ ചീത്ത പറയരുത്. ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും, ഞാൻ സ്വന്തമായിട്ടൊന്നും കൊണ്ടുവന്നതല്ല. മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത്ത് തൗറാത്ത്, എനിക്ക് മുമ്പ് എൻ്റെ പ്രിയപ്പെട്ട പ്രവാചകൻ മൂസാ പ്രവാചകൻ കൊണ്ടുവന്ന തൗറാത്തിനെ സത്യമാക്കിക്കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിനൊന്നും തള്ളുന്നില്ല ഞാൻ, അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വേറൊരു ദൗത്യം കൂടി എനിക്കുണ്ട് നിങ്ങളെ അറിയിക്കാൻ. അഹമ്മദ്, എനിക്ക് ശേഷം ഇതേ ദൗത്യവുമായിട്ട് ഒരാൾ വരുന്നുണ്ട്. അയാളെ പേര് അഹമ്മദ് എന്നാണ്, അയാൾ റസൂലാണ്. ആ സുവിശേഷവും കൂടി അറിയിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈസാ നബി ക്ലിയർ ആക്കിയില്ലേ കൂട്ടരെ? എന്താ ആ ക്ലിയറൻസിനെ പറ്റി ഒന്നും ആലോചിക്കാത്ത ആരും? എന്താ ഈ മുസ്ലിംമാർ അഥവാ ഈ ഷീഈ മൊല്ലന്മാർ എന്താണ് അത് ചർച്ച ചെയ്യാത്തത്? ഞാൻ ഇത്ര കൃത്യമായിട്ട് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇന്ന് ഷീഈ മൊല്ലമാരി മുസ്ലിം ഉമ്മത്തിനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഖുർആൻ ഇറങ്ങിയത് ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് തുല്യമായൊരു സമൂഹത്തിലേക്കാണ്. വല്ലാഹി അത് കളവാണ്. കാരണം അന്നത്തെ ഖുറൈശികൾ ഹിന്ദുക്കൾക്ക് തുല്യമായൊരു സമൂഹമല്ല, ഇവിടുത്തെ മുസ്ലിമീങ്ങൾക്ക് തുല്യമായൊരു സമൂഹമാണ്. അതിന് പ്രമാണങ്ങൾ സാക്ഷി. ഹസ്രത്ത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പാരമ്പര്യത്തിൽ ഇസ്മായിലി തരീഖയിൽ ഇബ്രാഹിമി ശരീഅത്തും മില്ലത്തും അനുസരിച്ച് ജീവിക്കുന്ന മുസ്ലിമീങ്ങളായിരുന്നു അവർ 4500 കൊല്ലത്തോളമായിട്ട്. ഇടക്കാലത്താണ് നൂഹ് നബിന്റെ പാരമ്പര്യത്തിൽ വന്ന ജാറം കടന്നുകൂടിയത്. അത് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ട്. അംർ ബിൻ ലുഹയ്യുൽ ഖുസാഇ എന്ന് പറയുന്ന വ്യക്തിയാണ് ആദ്യം ജാറം നിർമ്മിക്കുന്നത്, ദർഗ നിർമ്മിക്കുന്നത്. അയാളെ പറ്റി അഷ്റഫുൽ ഖൽഖ് പറഞ്ഞ വാക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അവ്വലു മൻ തഗയ്യറ ദീന ഇസ്മായിൽ, ഇസ്മായിൽ നബി അറബികൾക്ക് പഠിപ്പിച്ച പ്യൂർ ഇസ്ലാമിനെ ആദ്യമായി ജാറം പണിയുക വഴി കൊളമാക്കിയത് അംർ ബിൻ ലുഹയ്യാണ്. റസൂലുള്ളാഹി പറഞ്ഞതാണ്. ആ അംർ ബിൻ ലുഹയ്യിന് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ, ആ ജാറം പണിതതിന്റെ പേരിൽ മൊല്ലമാർക്ക് കിട്ടുന്ന ശിക്ഷ വല്ലാഹി അംർ ബിൻ ലുഹയ്യിന്റെ ശിക്ഷയാണ്. അംർ ബിൻ ലുഹയ്യിന്റെ ശിക്ഷയാണ് ആസറിന്റെ പാരമ്പര്യത്തിൽ. ഇന്ന് ജാറം സംരക്ഷിക്കുന്ന കമ്മിറ്റിക്കാരായാലും മഹല്ല് ജമാഅത്തായാലും മൊല്ലമാരായാലും അവർക്ക് നാളെ നരകത്തിൽ കിട്ടുന്ന ശിക്ഷ അംർ ബിൻ ലുഹയ്യിന്റെ ശിക്ഷയാണ്. എന്താണ് ശിക്ഷ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നരകത്തിൽ അംർ ബിൻ ലുഹയ്യ് വലിയൊരു കൊടല് പുറത്തിറങ്ങിയിട്ട് അതും വലിച്ചിട്ട് നരകത്ത് നിഴയുന്നത് ഞാൻ കണ്ടു എന്ന് അഷ്റഫുൽ ഖൽഖ് പറഞ്ഞത്. അത് തന്നെയാണ് ഈ മുസ്ലിയാക്കന്മാർക്ക് കിട്ടുന്ന ശിക്ഷ. വല്ലാഹി സുമ്മ വല്ലാഹി ഇല്ലാ അൻ യതൂബു, തൗബ ചെയ്ത് തൗഹീദിലേക്ക് വന്നിട്ടില്ലെങ്കിൽ ഒരു സംശയവും ഇക്കാര്യത്തിൽ ആർക്കും വേണ്ട. ഇത് വാക്കാണ്, റിക്കാർഡിക്കൽ വാക്കാണ്. അല്ലാഹുവിന്റെ ദർബാർ മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, റഖീബും അതീദും കുറിച്ചിടുന്ന വാക്കുകളാണ്. നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ കോടതിയിൽ ഈ വാക്കുകൾ ചർച്ചയ്ക്ക് വരും. അന്ന് ഞാനും ഈ കേൾക്കുന്ന നിങ്ങളും ആരൊക്കെയാണോ അവരും സാക്ഷികളായി അല്ലാഹു തആല പൂർണ്ണ രീതിയിൽ വിസ്തരിക്കുകയും ചെയ്യും. നബിമാരെയും സാക്ഷികളെയും അല്ലാഹു എത്തിക്കും. ആദ്യം നബിമാരെ കൊണ്ടുവരും, എന്നിട്ട് വശുഹദാ, പിന്നെ സാക്ഷികളെ കൊണ്ടുവരും. അഷ്റഫുൽ ഖൽഖിനോട് പറഞ്ഞിട്ടുണ്ട് അല്ലാഹു തആല, കൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ്, ഓ മുഹമ്മദ്, ഓരോ നബിമാരെയും സാക്ഷിയായിട്ട് ഞാൻ ഹാജരാക്കുമ്പോൾ എങ്ങനെയിരിക്കും അന്നത്തെ കാലം? വഇദാ ജിനാ ബിക അലാ ഹൗലാഇ ഷഹീദാ, ഈ ഖൗമിന്റെ മേൽ നിങ്ങളെ ആയിരിക്കും ഞാൻ സാക്ഷി വിസ്താരം ചെയ്യുക. എന്തായിരിക്കും അന്നത്തെ അവസ്ഥ എന്ന് അഷ്റഫുൽ ഖൽഖിനെ അല്ലാഹു തആല ഗൗരവമുള്ള ഭാഷയിൽ അറിയിക്കുന്നുണ്ട്. അതെന്നെ എനിക്കും നിങ്ങളോട് പറയാനുണ്ട്, അതൊരു ദായി എന്നുള്ള നിലയ്ക്ക്. ഇവിടെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
വളരെ കൃത്യമായിട്ട് വേർതിരിച്ചിട്ടുണ്ട് ഖുറൈശി സമൂഹം ആരാണ് എന്ന്. ഖുറൈശി സമൂഹത്തെ പറ്റി ഒരു സംശയവും വേണ്ട. അള്ളാന്റെ റസൂൽ ദായിയായിട്ട് വന്ന, അള്ളാന്റെ റസൂൽ നബിയും റസൂലുമായിട്ട് വന്ന ഖൗമ് തികച്ചും അള്ളാഹുവിനെ നന്നായിട്ട് അറിയുന്നവരാണ്. അള്ളാഹുവിനെ പറ്റി അബൂജഹലടക്കമുള്ള ഖുറൈശികൾക്ക് ഒരു സംശയവുമില്ല. അള്ളാഹുവിനെ സംബന്ധിച്ച് ഒരു തെറ്റിദ്ധാരണയും അബൂജഹലടക്കമുള്ള ഖുറൈശികൾക്കില്ല. അള്ളാഹുവിനെ സംബന്ധിച്ച് വേറെ ഒരു തരത്തിലുള്ള ഭാവനയും ഖുറൈശികൾക്കില്ല. പ്യൂറിൽ പ്യൂർ ഇബ്രാഹിമി ശരീഅത്ത് അനുസരിച്ച് അള്ളാഹ് ആരാണോ ആ അള്ളാഹിനെ നന്നായിട്ട് അറിയുന്നവരാണ് ഖുറൈശികൾ. അതേപോലെ വിശ്വസിക്കും. ഖുറൈശികൾക്ക് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞ അള്ളാഹുവിനെ പറ്റി ഒരു സംശയവുമില്ല. ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം പ്രയാസവും വിഷമവും എന്താ? മൗലാനമാരും ശൈഖുനമാരും വല്ലമാരും കാളിമാരും പഠിപ്പിച്ചു കൊടുത്തത് അള്ളാഹിനെ സ്വന്തമാക്കാൻ നമുക്ക് കഴിയില്ല. ഏതല്ലാന്ന് ഖുറൈശികൾ ചോദിക്കുന്നില്ല. ഏതല്ലാന്നുള്ള കാര്യത്തിൽ അവർക്ക് സംശയമില്ല. അത് ഈ മൊല്ലമാർക്കാണ് സംശയം. അത് ഒറിജിനൽ അള്ളയല്ല, അത് വേറെ അള്ളയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇവിടുത്തെ ഈ ജൂത ഏജന്റുകളായ മൊല്ലമാർ പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. അത് ഒറിജിനൽ അള്ളയല്ല, നബിതങ്ങൾ പറയുന്ന അള്ളയല്ല, അത് ഡ്യൂപ്ലിക്കേറ്റ് അല്ല. വല്ലാഹി അത് കളവാണ്, ഖുർആന്റെ നസ്സിന് നിഷേധമാണ്, കുഫ്ര. അത് ഖുർആന്റെ നസ്സിനെതിരാണ് ആ വാക്ക്. പരിശുദ്ധ ഖുർആൻ പറയുന്നു ഖുറൈശികൾക്ക് അള്ളാഹിനെ നന്നായിട്ട് അറിയാം. ഇവര് പറയുന്നു അറിയില്ല. അപ്പൊ അള്ളാഹിനെ എന്താണ് അള്ളാഹ് അറിയിക്കാനാണ് നബി വന്നത്? അല്ല, നിങ്ങൾ മനസ്സിലാക്കിയ അള്ളാഹ് തന്നെയാണ് അള്ളാഹ്. പക്ഷെ ആ അള്ളാഹുവിനോട് നിങ്ങൾ ഇടപെടൽ എങ്ങനെയായിരിക്കണം? ഇതാണ് റസൂലുള്ളാഹിന്റെ ദഅവത്ത്. അള്ളാഹു സുബ്ഹാനഹു ഒരു ആയത്ത് പറഞ്ഞു ഞങ്ങൾക്ക്, അപ്പൊ തന്നെ സംശയം മുഴുവൻ തീരും. എല്ലാ ആയത്തും പറഞ്ഞുകൊണ്ടിരിക്കാൻ സമയമില്ല. സമയം ദീർഘിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് നല്ല ബോധം ഉള്ളവനാ, കുറക്കാൻ തോന്നും. അതുകൊണ്ട് തന്നെ വിഷയം ചുരുക്കിക്കൊണ്ടുവരും. അതിന്റെ വ്യാപ്തി കൂടുമ്പോൾ ചിലപ്പോൾ കൂടും, പെട്ടെന്ന് നിർത്തണം, കുറക്കണം എന്നുള്ള താല്പര്യമുള്ളവനാണ്. അതന്നെയാണ് സുന്നത്തും. അതുകൊണ്ട് വിഷയം നീട്ടിക്കൊണ്ടു പോകുന്നത് ബുദ്ധിമുട്ടാണ്. അത് നല്ല ബോധ്യമുള്ളവനാണ് ഞാൻ. അള്ളാഹു മാപ്പാക്കി തരട്ടെ. ഇവിടെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന വിഷയം എന്താ? ഖുറൈശികൾ അള്ളാഹുവിനെ നിഷേധിച്ചിരുന്നോ? അള്ളാഹിനെ തള്ളിപ്പറഞ്ഞിരുന്നോ? അള്ളാഹുവിനെ എതിർത്തിരുന്നോ? അള്ളാഹുവിനെ ഏതെങ്കിലും രീതിയിൽ വിമർശിച്ചിരുന്നോ? അള്ളാഹുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു വിമർശനം ഖുറൈശികൾ നടത്തിയിരുന്നോ മുഹമ്മദ് നബിയോട്? വല്ലാഹി ഇല്ല. തെളിവെന്താണ്? ഖുർആൻ സൂറത്ത് യൂനുസ്. അല്ലാഹു തആല അഷ്റഫുൽ ഖൽഖിനോട് പറയുകയാണ്, ഓ മുഹമ്മദ് നബി, നിങ്ങൾ ഈ ഖുറൈശികളെയൊക്കെ വിളിച്ചിരുത്തിയിട്ടൊന്ന് ചോദിക്കണം, അവരൊന്ന് ക്ലിയർ ആക്കണം. എന്നിട്ട് അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം. അവരല്ലാഹുവിനെ അംഗീകരിക്കുന്നവരാണെന്ന് നമ്മൾ പറഞ്ഞാൽ പോരാ. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? അവരല്ലാഹുവിനെ അംഗീകരിക്കുന്നവരാണെന്ന് നമ്മൾ വാദത്തിന് വേണ്ടി പറഞ്ഞാൽ പോരാ, അവരെ കൊണ്ട് തന്നെ അത് സമ്മതിപ്പിക്കണം. അവരങ്ങനെ നിഷേധിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത ജോലി നമുക്ക് നോക്കാം. അതുകൊണ്ട് മുഹമ്മദ് നബി ഒരു കാര്യം ചെയ്യും, ഈ ഉത്തുബത്ത്, ശൈബത്ത്, അബൂജഹൽ, അബൂലഹബ് അടക്കമുള്ള ഈ നേതാക്കന്മാരെ വിളിച്ചിട്ട് അവരെ മുമ്പിൽ നിങ്ങളൊരു വിഷയം ഇട്ട് കൊടുക്കുക. എന്താണ് ആ വിഷയം? കുൽ, നിങ്ങൾ ചോദിക്കൂ നബിയെ അവരോട്. ശരിക്കും ശ്രദ്ധിച്ചോളാം, സൂറത്ത് യൂനുസിലാണ്, 30-ാമത്തെ ആയത്താണ്. വേണമെങ്കിൽ പരിശോധിച്ചോളൂ. പരിശോധിക്കാൻ അള്ളാനെ പരിശോധിക്കാനല്ല, ഇൽമ പരിശോധിച്ചോളൂ. കുൽ, ചോദിക്കൂ നബിയെ ഇവരോട്, മയ്യർസുക്കും മിനസ്സമാ, ആകാശത്തിൽ നിന്ന് നിങ്ങൾക്ക് റിസ്ക് ഇറക്കി തരുന്നത് ആരാ? ആകാശത്ത് നിറക്കാന്ന് പറഞ്ഞാൽ എന്താ? മഴ പെയ്യുക, മഴ പെയ്യുമ്പോൾ കായ്കനികൾ ഉണ്ടാകുക, വെള്ളം വേണം, കായ്കനികൾ ഉണ്ടാകണമെങ്കിൽ, നെല്ലുണ്ടാകണമെങ്കിൽ, ഗോതമ്പ് ഉണ്ടാകണമെങ്കിൽ. ചോദിക്കവരോട് ലളിതമായ നാടൻ ഭാഷ, ഈ ഇരിക്കുന്ന നിങ്ങൾക്കൊക്കെ മനസ്സിലാകുന്ന ഭാഷയിലാണ് അല്ലാഹു തആല ചോദിക്കാൻ പറയുന്നത്. കുൽ, ചോദിക്കു നബിയെ ഇവരോട്, മയ്യർസുക്കും മിനസ്സമാ, ആകാശത്തിൽ നിന്ന് നിങ്ങൾക്ക് റിസ്ക് ഇറക്കി തരുന്നവൻ ആരാ? വൽ അർള്, ഭൂമിയിൽ നിന്ന് നിങ്ങളെ റിസ്ക് ഉൽപ്പാദിപ്പിക്കുന്നത് അതു ആരാണ്? അമ്മൻ യംലിക്കു സമഅ വൽ അബ്സാർ, നിങ്ങളുടെ ഈ കാഴ്ച ശക്തി അത് കൺട്രോൾ ചെയ്യുന്നത് ആരാ? നിങ്ങളുടെ കേൾവി അത് ഉടമപ്പെടുത്തുന്നത് ആരാ? വളരെ കൃത്യമായ ചോദ്യമാണ്, ശാസ്ത്രീയമായ ചോദ്യമാണ്. ഒരു പ്രവാചകനാണ് ചോദിക്കുന്നത്, അനുയായികളോടാണ് ചോദിക്കുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് അനുയായികൾ അത്ര വിഡ്ഢികളൊന്നും അല്ല. ഈ മൊല്ലമാര് സാധാരണക്കാരനെ വിഡ്ഢികളാക്കി, ജാറങ്ങളെ ബിസിനസ് ഉപാധിയാക്കി ചാൻസിൽ പൈസ ഉണ്ടാക്കുന്ന പോലെ അല്ല ഖുറൈശി സമൂഹം. ഖുറൈശി സമൂഹം ജാറങ്ങൾ വിറ്റ് കാശുണ്ടാക്കിയെങ്കിലും ബുദ്ധിക്ക് കുഴപ്പമില്ല. ഇന്നത്തെ ഈ പാരമ്പര്യ മുസ്ലിങ്ങളെ മാതിരി പൊട്ടന്മാരല്ല അബൂജഹലും ഉത്തുബത്തും ശൈബത്തും. ഇന്നത്തെ ഷെയ്ഖ് എന്തോ പറയാ, അങ്ങനെ തന്നെ സിന്ദാബാദ് അനുയായികളും പറയാ.
എന്നിട്ട് ഇന്നലെ മരിച്ചവനെ പിടിച്ച് ഇന്ന് പച്ച വകുപ്പിക്കുക, നാളെ മുതൽ ജാറം പൈസ പിരിവ്. ഈ ഇത്തരം വിഡ്ഢിത്തമൊന്നും കുറേശികൾ ചെയ്തിരുന്നില്ല. ഈ ജഹാലത്ത് കുറേശികൾക്ക് അറിയില്ല. കുറേശികൾ മാന്യന്മാരാണ്, ബുദ്ധിയുള്ളവരാണ്, ചിന്തിക്കുന്നവരാണ്. കുറേശികൾ ബിസിനസ്സുകാരാണ്. ലഇലാഫി ഖുറൈശ് ഈലാഫിഹിം റിഹ്ലത ശിതാഇ വസ്സൈഫ്. ഉഷ്ണകാലത്തും ശൈത്യകാലത്തും തണുത്ത ഉഷ്ണകാലത്തും വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക് കച്ചവടത്തിന് പോകുന്ന കച്ചവടക്കാരാണ്, ബിസിനസ്സുകാരാണ് കുറേശികൾ. റോമിലേക്ക് പോകും അവർ, യമനിലേക്ക് പോകും, ഷാം സിറിയയിലേക്ക് പോകും അവർ. പരിശുദ്ധ ഖുർആൻ അബ്രഹത്തിന്റെ പട്ടാളത്തെ അല്ലാഹ് ഏകപക്ഷീയമായി അസ്ബാബുകളില്ലാതെ കൈകാര്യം ചെയ്യാൻ കാരണം കുറേശികളെ സഹായിക്കാനാണെന്ന് അല്ലാഹ് പറഞ്ഞത്. ലഇലാഫി ഖുറൈശ്, കുറേശികളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണത്. ഈലാഫിഹിം റിഹ്ലത ശിതാഇ വസ്സൈഫ്. ചൂടുകാലത്തും തണുപ്പ് കാലത്തും അവർ വിദേശങ്ങളിലേക്ക് പോകുന്ന കച്ചവട സംഘത്തെ ആ നാട്ടുകാർ എതിർക്കാതിരിക്കാനും സഹകരിക്കാനും ആണ് കഅബത്തിന്റെ ആൾക്കാരാണ് കുറൈശികൾ എന്ന് വരുത്തി തീർക്കാനാണ് ഞാൻ അബ്രഹത്തിന്റെ പട്ടാളത്തെ കൈകാര്യം ചെയ്തതെന്ന് അല്ലാഹ് പറഞ്ഞതാ കൂട്ടരെ. വഹാബികൾ പറഞ്ഞതല്ല, ശൈഖുൽ ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് പറഞ്ഞതല്ല, അല്ലാഹു തആല പറഞ്ഞതാണ്. അതിനു വേണ്ടിയിട്ടാണ് അന്ന് അബ്രഹത്തിന്റെ പട്ടാളത്തെ നശിപ്പിച്ചത് എന്ന്. ബാക്കി കൂടി ഓതണം. ലഇലാഫി ഖുറൈശ് ഈലാഫിഹിം റിഹ്ലത ശിതാഇ വസ്സൈഫ്. ഖുറൈശികളെ റോമിലേക്കും പേർഷ്യയിലേക്കും പോകുന്ന കച്ചവട സംഘം അബ്ദുൽ മുത്തലിബിന്റെ നേതൃത്വത്തിലെങ്ങാനും അന്ന് യുദ്ധം നടന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഖുറൈശികളെ കൊന്നൊടുക്കുകയും കഅബ തകർക്കുകയും പിന്നെ ഒരു കൂട്ടിക്കും മക്കത്തുനിന്ന് പുറത്തേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയും വരും. നിങ്ങളെന്താ ചിന്തിക്കാതെ? ഇന്നത്തെ അവസ്ഥ ചിന്തിക്കരുതോ? ഇന്നത്തെ രാഷ്ട്രീയ പൊസിഷൻ മനസ്സിലാക്കരുതോ? അതിനായിരിക്കില്ല അന്നും തെക്കോട്ടും പോകാൻ കഴിയില്ല, വടക്കോട്ടും പോകാൻ കഴിയില്ല, എവിടെയും പോകാൻ കഴിയില്ല. ഒരു ഭാഗത്ത് റോമക്കാര്, മറ്റേ ഭാഗത്ത് പേർഷ്യക്കാര്, പിന്നെ ഭാഗത്ത് യമൻകാര്, ഇവരെല്ലാം കൂടി വളഞ്ഞു വിളിച്ച് കുറേശികളെ തകർക്കാൻ മെനക്കെട്ട കുറേശികൾക്ക് വെള്ളം കിട്ടൂല. അത് അല്ലാഹ് തന്നെ പറഞ്ഞത്. ലഇലാഫി ഖുറൈശ്. എന്തിനാണ് ഞാൻ ആ അബ്രഹത്തിന്റെ ആനപ്പട്ടാളത്തെ കൈകാര്യം ചെയ്തത്? ഖുറൈശികളെ ഇണക്കാൻ വേണ്ടിയിട്ടാണ്. ഈലാഫിഹിം റിഹ്ലത ശിതാഇ വസ്സൈഫ്. എന്നിട്ട് അല്ലാഹു തആല ഖുറൈശികളോട് പറയാണ്, ഞാൻ ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്തു തന്നില്ലേ? ഫൽയഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത്. ഈ വീടാണ് നിങ്ങളെ സംരക്ഷണത്തിന് ഞാൻ കാരണമാക്കിയെടുത്തത്. ആ വീട്ടിന്റെ റബ്ബിനെ തന്നെ അങ്ങ് ഇബാദത്ത് ചെയ്താൽ പോരെ? ഈ ബദ്ദിനെയും സുബാഹിന്റെയും ജാറത്തിലേക്കും പോകേണ്ട ആവശ്യമുണ്ടോ? ഫൽയഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത് അല്ലദീ അത്അമഹും മിൻ ജൂ. നിങ്ങൾ പട്ടിണി കിടന്നിട്ട് ചാകാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ അന്നാ പണിയെടുത്തത്. വആമനഹും മിൻ ഖൗഫ്. റോമക്കാരനെയും പേർഷ്യക്കാരനെയും പേടിച്ച് ജീവിക്കേണ്ടി വരും. ആ അടിമത്തം ഒഴിവാക്കാനല്ലേ ഖുറൈശികളെ നിങ്ങൾക്ക് ഞാൻ അന്ന് ചെയ്തത്. അതുകൊണ്ട് ആ റബ്ബ് പോരെ, നിങ്ങൾക്ക് എന്തിനാണ് പിന്നെ ഈ ഔലിയാക്കളും ഈ ശൈഖന്മാരും ജാറങ്ങളും ഇലാഹ് നിർത്തിയും? എത്ര മനോഹരമായ ചോദ്യമാണ് ഖുർആൻ ഇല്ലേ? കുറെ ബുദ്ധി വേണോ അതിന്, കുറെ തഫ്സീർ ഓതണോ അതിന്? അതുകൊണ്ടാണ് ഈ മൊല്ലമാര് സാധാരണക്കാരോട് ഖുർആൻ പഠിക്കരുത്, നമ്മൾ പറയുന്നത് കേട്ടാൽ മതി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഖുർആൻ പഠിക്കരുത്, ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കരുത്. കാരണം ഖുർആൻ തിരിഞ്ഞാൽ പിന്നെ ഒരു കുട്ടി അവരെ തിരിഞ്ഞു നോക്കൂല, അതോടെ കീശ കാലിയാവും. അതുകൊണ്ടാണ് സാധാരണക്കാരനെ അവർ ബന്ദി ചെയ്ത് നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ സമൂഹത്തിലെ സാധാരണക്കാരായ ശിയാക്കളോട് നിങ്ങൾ നിങ്ങളുടെ അടിമത്വത്തിൻ്റെ ബന്ധനം പിച്ചി വലിച്ചെറിഞ്ഞ് അള്ളാഹുവിൻ്റെ വഹ്ദാനിയത്തിലേക്ക് വരണം. ഈ ശൈഖന്മാർ നിങ്ങളെ നാശത്തിലേക്കാണ്, അവർ ഓൾറെഡി നാശത്തിലാണ്, നിങ്ങളെ നാശത്തിലേക്കാണ്. ഖുറൈശികൾ രണ്ട് തരമാണെന്ന് ഞാൻ പറഞ്ഞുതരാൻ കാരണം അതാണ്. അള്ളാഹുവിനെ പേടിച്ചിട്ടാണ് അവർ മുഹമ്മദ് നബിയെ എതിർത്തത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കാൻ വേണ്ടി പറയുന്നത്, നിങ്ങളെ കാഴ്ചകളെയും നിങ്ങളെ കേൾവികളെയും കൺട്രോൾ ചെയ്യുന്ന ഉടമസ്ഥൻ ആര്? ചോദിക്കും നബിയെ അവരോട്. വീണ്ടും ചോദിക്കും, ശവങ്ങളിൽ നിന്ന് ജീവനുള്ള വസ്തുക്കൾ പുറത്തു വരുന്ന കണ്ടിട്ടില്ലേ? ചത്തുനാറിയ പശുവിന്റെ ശരീരത്തിൽ നിന്നല്ലേ പുഴുക്കൾ ജീവനോടെ പുറത്തു വരുന്നത്. അള്ളാഹ് ചോദിക്കുന്നു, ആ ശവത്തിൽ നിന്ന് ആ ജീവിയെ ഉണ്ടാക്കിയത് ആര്? ചോദിക്കവരോട്, അബൂജഹലിനോട്, ഉത്തുബത്തിനോട്, ഷൈബത്തിനോട്, ഇവിടുത്തെ കാളിമാരോട്, ഇവിടുത്തെ ശേഖന്മാരോട്, മഹൽ ജമാഅത്തിന്റെ കമ്മിറ്റി പ്രസിഡന്റോട്, സെക്രട്ടറിയോട്. ഇതൊക്കെ കൂട്ടി വായിക്കണം. ഇനി ഖുർആൻ ഇറങ്ങാനില്ല. ഈ സംഭവത്തോട് ചേർത്തി വായിക്കണം ഇന്നത്തെ അബൂജഹലുമാരെ, ഇന്നത്തെ ഉത്തുബത്തുമാരെ, ഇന്നത്തെ ഷൈബത്തുമാരെ. അത് വളരെ കൃത്യവും വ്യക്തവുമായ കാര്യമാണ്. ശവത്തിൽ നിന്ന് ജീവനുള്ളതിനെ പുറത്തു കൊണ്ടുവരുന്നത് ആര്? ചോദിക്കവരോട്. ജീവനുള്ളതിൽ നിന്ന് ശവത്തെ പുറത്തു കൊണ്ടിരുന്നത് ആര്? അതും ചോദിക്കവരോട്. ജീവനുള്ള സാധനമായിരിക്കാം, വയറ്റിന് പുറത്തേക്ക് വന്നത് ചത്തതായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചത്തതായിരിക്കാം. എന്തെല്ലാം ശാസ്ത്രീയമായ കാര്യങ്ങളാണ് തടിയിൽ നടക്കുന്നത്. അതിനെപ്പറ്റിയൊക്കെ ചോദിക്കാൻ അല്ലാഹു തആല പറയുന്നത് ഖുറൈശികളോട് ചോദിക്കാൻ. അവസാനത്തെ ചോദ്യം,
കാര്യങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന മുദബ്ബിർ ആരാണ് എന്നവർ ചോദിക്കും. ഇന്നത്തെ അബൂജഹലിനോട് ചോദിച്ച CM ആണെന്ന് പറയും. ഖുറൈശികൾ അത് പറഞ്ഞില്ല. അതാണ് ഇവരെക്കാൾ നല്ലവരാണ് ഖുറൈശികൾ എന്ന് നാം പറയുന്നത്. ഈ മൗലാനമാരെക്കാൾ ശൈഖുലമാരെക്കാൾ ഏറ്റവും നല്ലവരാണ് അബൂജഹൽ, ഉത്ബത്ത്, ശൈബത്തുമാർ. കാരണം അന്ന് ഉത്ബത്തും ശൈബത്തും അങ്ങനെ പറഞ്ഞില്ല. വമൻ യുദബ്ബിറുൽ അംർ, കാര്യങ്ങളെ തദ്ബീർ ചെയ്യുന്നത് ആരാണെന്ന് ചോദിക്കൂ പ്രവാചകരെ ഇവരോട്. വമൻ യുദബ്ബിറുൽ അംർ, മുദബ്ബിറുൽ ഉമൂർ ആരാണെന്ന്. ഇപ്പൊ നല്ല പരിചയമുള്ള വാക്കാണല്ലോ മുദബ്ബിർ എന്നൊക്കെ. പണ്ടുള്ള പപ്പമാർക്കൊന്നും പരിചയമില്ലാത്തൊരു വാക്കാ മുദബ്ബിർ. ഇന്നത്തെ അബൂജഹലുമാരോട്, പള്ളിയിലെ കാവിമാരോട്, കാവിയാകുന്ന അബൂജഹലോട്, മുദരിസാകുന്ന ഉത്ബത്തോട്, ഇമാമാകുന്ന ശൈബത്തോട്, അതേപോലെ തന്നെ പള്ളിയിലെ ഇമാമാകുന്ന പള്ളിയിലെ മുദരിസാകുന്ന അബൂലഹബോട് ചോദിച്ചാൽ അവര് പറയും മുദബ്ബിർ CM ആണ് എന്ന്. അന്ന് അബൂജഹലും ഉത്ബത്തും ശൈബത്തോട് അല്ലാഹ് ചോദിച്ചു വമൻ യുദബ്ബിറുൽ അംർ, ആരാണ് മുദബ്ബിർ എന്ന് ചോദിക്കും നബിയെ അവരോട്. ചോദ്യങ്ങൾ ഇങ്ങനെ സരസറാ വരിക. അമ്മൻ യംലിക്കു അമ്മൻ യർസുകുകും മിനസ് സമാഇ വൽ അർള് മൻ യർസുകു ഖുൽ മൻ യർസുകുകും മൻ ഫിസ് ഖുൽ മൻ യർസുകുകും മിനസ് സമാഇ വൽ അർള് അമ്മൻ യംലിക്കു السمع والابصار ومن يخرج الحي من الميت ويخرج الميت من الحي ومن يدبر الامر. ചോദ്യം തീർന്നു. ദാ ഉടൻ തന്നെ മറുപടി അല്ലാഹു തആല നമുക്ക് പറഞ്ഞു തരികയാണ് അവരവസ്ഥ. ഫസയഖൂലൂന ലില്ലാഹ്, ഫസയഖൂലൂൻ, ഒട്ടും താമസിയാതെ അവരെ മറുപടി പറഞ്ഞു. ഖുർആനല്ലേ കൂട്ടരെ, ഒട്ടും താമസിയാതെ അല്ലാഹ് മറുപടി പറഞ്ഞു അവര്. ഫസയഖൂലൂൻ, ദാ പറയുന്നു അവർ, അല്ലാഹു റബ്ബുൽ ആലമീൻ, അവരാണ് ഇതെല്ലാം ചെയ്യുന്നത്. മറുപടി പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, ഇവിടുത്തെ മൊല്ലമാർ ഇവിടെ ജനങ്ങളെ കളവാക്കുന്നത് ഇങ്ങനെയാണ്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച വരെ ഇടയാളുകളെ ചർച്ച ചെയ്തപ്പോൾ PM സലാമിനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ, PM സലാമിനോട് നമുക്ക് പറയാനുള്ള അപേക്ഷ, ഒരുപക്ഷെ നിങ്ങൾക്ക് ലീഗ് നഷ്ടപ്പെട്ടെന്ന് വരാം. അതേ സമയത്ത് നൂറ്റാണ്ടിന്റെ ഏറ്റവും വലിയ സംഭവമാണ് നിങ്ങൾ ചെയ്തത്. ഞങ്ങളെപ്പോലെയുള്ള 100 പണ്ഡിതന്മാര് 100 സ്റ്റേജിൽ പ്രസംഗിക്കുന്നതിന് പകരമാണ് നിങ്ങളുടെ ആ ഒരു വാക്ക്. അത് മതി അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങൾ രാജാവാൻ. ദുനിയാവിൽ എന്ത് നഷ്ടപ്പെട്ടാലും അത് നിലനിർത്തിക്കൊള്ളുക. ഇത് നമ്മുടെ വക ഒരു ഉപദേശമാണ്. തകരാതെ നിന്നുകൊള്ളുക, ആ ഒരു വാക്ക് മതി. ഇന്ന് ലോകം മുഴുവനും അള്ളാഹുവിനെ പറ്റിയുള്ള ചർച്ചയിലാണ്. ഇപ്പോഴാണ് ഇടയാളുകളെ പറ്റി ഈ സലഫി പണ്ഡിതന്മാരെ ഞാനടക്കം ഇക്കാലം അത്രയും പ്രസംഗിച്ചിട്ടും സാധാരണക്കാർക്ക് ഇടയാള മനസ്സിലായിട്ടില്ല. PM സലാമിന്റെ നാവ് കൊണ്ട് അല്ലാഹു തആല ഒരിടയാളെന്ന് രാഷ്ട്രീയ ഭാഷയിൽ പറഞ്ഞപ്പോൾ ലോകത്തിന് മനസ്സിലായി എന്താണ് ഇടയാൾ, എന്താണ് അള്ളാഹു. അതാണ് ആവശ്യം. അള്ളാഹു തആല അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അള്ളാഹു തആല അങ്ങനെ തന്നെയാ പറഞ്ഞത്. ഒന്നിനും കൊള്ളാത്തൊരു മനുഷ്യനെ കൊണ്ടാണെങ്കിൽ ഇസ്ലാമിനെ ഞാൻ ജീവിപ്പിക്കുമെന്ന് അള്ളാഹു തആല പറഞ്ഞത് വെറുതെ അല്ല. നമ്മൾ കുറെ വാദപ്രയാസം നടത്തി, കുറെ കിതാബും, കുറെ സ്റ്റേജും, കുറെ ബഹളും, കുറെ പ്രസംഗവും, 2-3 മണിക്കൂർ വാഴും, ഇതിനൊക്കെ പകരം 1 കൊല്ലം നമ്മൾ വയൽ പറയുന്നതിന് പകരമാണ് PM സലാമിന്റെ ആ ഒരു വാക്ക്. എന്തുകൊണ്ട്? അത് തന്നെയാണ് ഖുറൈശികളോട് അല്ലാഹു തആല പറഞ്ഞ വാക്ക്. വേറെ ഒരു വ്യത്യാസം, ഒരു അക്ഷരത്തിന്, ഒരു അറഫിന്, ഒരു ഫത്തഹിന്, കസറിന് വ്യത്യാസമില്ല. PM സലാം പറഞ്ഞത് അത് തന്നെയാണ് അഷ്റഫുൽ ഖൽഖ് എന്ന് ഖുറൈശികളോട് ചോദിച്ചത്. ഉടൻ തന്നെ ഖുറൈശികളെ മറുപടി ഫസയഖൂലൂന ലില്ലാഹ്. ഇവിടെ നമുക്ക് ചോദിക്കാനുള്ളത്, ഈ ലില്ലാഹ് എന്ന് പറഞ്ഞിടത്താണ് ഇവിടുത്തെ ശീഈ മൊല്ലമാർ പാവപ്പെട്ടവരെ തെറ്റിദ്ധരിപ്പിച്ചത്. ആ ലില്ലാഹ് എന്ന് പറഞ്ഞ അല്ലാഹ് ഒറിജിനൽ അല്ല, അത് ഡ്യൂപ്ലിക്കേറ്റ് അല്ലയാണ്. അതായത് അല്ലാഹ് ഒറിജിനൽ അല്ലാഹ്ക്ക് പകരം വേറൊരു അല്ലാഹ് ഉണ്ടായിരുന്നു അവർക്ക്. അത് ഏതാന്ന് ചോദിച്ചവർക്ക് മറുപടിയില്ല. ലാത്തിനെ നമുക്കറിയാം, ഉസ്സനെ നമുക്കറിയാം, ഹുല്ലനെ നമുക്കറിയാം, വദ്ദിനെ അറിയാം, സുവായിനെ അറിയാം, യൗക്കിനെ അറിയാം, രാമനെ അറിയാം, കൃഷ്ണനെ അറിയാം, യേശുവിനെ അറിയാം, ഉസൈറിനെ അറിയാം. ഇതെല്ലാം ഈ ലോകത്തുള്ള സർവർക്കും അറിയാം. ഖുറൈശികൾ അള്ളാഹ്ക്ക് പകരം വെച്ച അള്ളയാതാന്ന് ഇതുവരെ ആർക്കും തിരിഞ്ഞിട്ടില്ല, ഇവരീ പറയുന്നല്ലാതെ. അള്ളാഹ് എന്ന് ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, അബ്ദുൽ മുത്തലിബിന്റെ പൊന്നുമോൻ അഷ്റഫുൽ ഹക്കിന്റെ ഉപ്പാക്ക് പേരിട്ടത് എന്താണ്? അഷ്റഫുൽ ഹക്കിന്റെ ഉപ്പാന്റെ പേര് അബ്ദുള്ള. റസൂലുള്ള നബിയായി വന്നതിന് ശേഷമാണോ അബ്ദുള്ള എന്ന് പേരിട്ടത്? ആണോ? എന്താ പറയാ, അള്ളാഹുവിന്റെ അടിമ. കൃത്യമായിട്ട് ഖുറൈശികൾക്ക് അള്ളാഹിനെ അറിയാമെന്നല്ല, അവിടെ കൊണ്ടല്ലേ അങ്ങനെ പേരിട്ടത്. അല്ലെങ്കിൽ അയാൾ ഏതാണ്? ആരെങ്കിലും വിശദീകരിച്ചോ? എൻ്റെ ഉപ്പാന്റെ പേര് അബ്ദുള്ളയാണ്, അല്ലല്ല ഞാൻ പറയുന്ന അള്ളാഹ് വിശദീകരിച്ച് കാണിച്ചു തരാൻ പറ്റുമോ? അഷ്റഫുൽ ഹക്ക് അബ്ദുള്ളനെ അംഗീകരിച്ചില്ലേ ഉപ്പാനെ?
ഉപ്പാന്റെ പേര് അബ്ദുള്ള എന്ന് അംഗീകരിച്ചില്ല റസൂലുള്ളാഹി തങ്ങൾ. അനബി അബ്ദുല്ല അബ്ദുൽ മുത്തലിബ്. റസൂലുള്ളാഹി തങ്ങൾ അഭിമാനത്തോടെ പറയുമായിരുന്നില്ലേ, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ പേരക്കുട്ടിയാണ്, അബ്ദുൽ മുത്തലിബിന്റെ പേരക്കുട്ടിയാണ് ഞാൻ, അതെ അബ്ദുള്ളാന്റെ മോനാണ് ഞാൻ. ഏതാ അബ്ദുള്ള? അല്ല ഏതാ? ഞാനും അബ്ദുള്ളയാണ്. ഏതാ അല്ല? ആ അള്ളീനി അന്ന് തമ്മിൽ വലിയ വ്യത്യാസമുണ്ടോ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം? പിന്നെ ഈ മൊല്ലമാര് പറയുന്ന ഡ്യൂപ്ലിക്കേറ്റ് അല്ല ഏതാണ്? വല്ലാഹി അത് ജാറത്തിലേക്ക് ജനങ്ങളെ തിരിച്ചുവിടാനും തെറ്റിദ്ധരിപ്പിച്ചിട്ട് സെലഫിയത്തിനെ തെറ്റിദ്ധരിപ്പിക്കാനും പറയുന്ന കള്ളത്തരമാണ് ഈ വലിയ വലിയ മുദരിസുമാർ, ഈ വലിയ വലിയ ഖാദിമാർ. ഇവിടെ നമുക്കറിയേണ്ടത് സയഖൂലൂന ലില്ലാഹ്. ഉടൻ തന്നെ അബൂജഹൽ മറുപടി പറഞ്ഞു, ഉത്ബത്ത് മറുപടി പറഞ്ഞു, ശൈബത്ത് മറുപടി പറഞ്ഞു, അബൂലഹബ് മറുപടി പറഞ്ഞു, അബൂജഹൽ മറുപടി പറഞ്ഞു, ഉമർ മറുപടി പറഞ്ഞു, ഹംസ മറുപടി പറഞ്ഞു. എല്ലാരും ഒന്ന് പറഞ്ഞു ഒറ്റ ഭാഷയിൽ സയഖൂലൂന ലില്ലാഹ്. ഭക്ഷണം തരുന്നത് അല്ലാഹുവാണ്, വഹദ അവൻ മാത്രമാണ്. ആകാശത്തെ പടച്ചത് അല്ലാഹുവാണ്, വഹദ അവൻ മാത്രമാണ്. ഭൂമിയെ പടച്ചത് അല്ലാഹുവാണ്, വഹദ അവൻ മാത്രമാണ്. നമുക്ക് അന്നം തരുന്നത് അല്ലാഹുവാണ്, വഹദ അവൻ മാത്രമാണ്, ലാ ശരീക ലഹ്. നമ്മളെ ജീവിപ്പിക്കുന്നു മരിപ്പിക്കുന്നു അല്ലാഹുവാണ്, യാതൊരു സംശയവുമില്ല. ഖുറൈശി കൂട്ടത്തിന്റെ മറുപടി. ഈ മറുപടി തെറ്റായിരുന്നുവെങ്കിൽ ആ തെറ്റ് തിരുത്തിയല്ലേ അല്ലാഹ് വേണ്ടത്, അല്ലേ? ഉടൻ തന്നെ രണ്ടാമത്തെ ചോദ്യം അല്ലാഹുവിന്റെ ഭാഗത്തുനിന്ന്. ഉടൻ തന്നെ രണ്ടാമത്തെ ചോദ്യം മുഹമ്മദ് നബിയോട്. എന്നാൽ അവരോട് ചോദിക്കും നബിയെ, ഫഖുൽ. ആ ഫാന്റെ അർത്ഥം ഈ പറയുന്നത് ശരിയാണെങ്കിൽ എന്നാണ് ആ ഫാന്റെ അർത്ഥം. ഫഖുൽ എന്നാൽ അവരോട് ചോദിക്കും. എന്നാൽ വെച്ചാൽ ഇവരിൽ പറയുന്ന അല്ലാഹുവാണ് എല്ലാം എന്നിവർ പറയുന്നുണ്ടല്ലോ, അത് ശരിയാണെങ്കിൽ അവരോട് ചോദിക്കും വീണ്ടും, ഫഖുൽ അഫലാ തത്തഖൂൻ. ആ അല്ലാഹുവിന്റെ നിയമങ്ങളെ നിങ്ങൾ എന്താണ് അനുസരിക്കാത്തത്? രണ്ടാമത്തെ ചോദ്യം ബന്ധു എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ശരിയായതുകൊണ്ടല്ലേ? അല്ലെങ്കിൽ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം തെറ്റാണെങ്കിൽ തിരുത്തിയല്ലേ വേണ്ടത്? നിങ്ങൾ അപ്പറയുന്ന അള്ളയല്ല അബൂജഹലേ, ഞാൻ പറയുന്ന അല്ല എന്ന് പറയാൻ നബിയേ എന്ന് പറഞ്ഞു അല്ലാഹു തആല. ഉടൻ തന്നെ അല്ലാഹു തആല പിന്നെ രണ്ടാമത്തെ ചോദ്യം ചോദിക്കാനാ പറഞ്ഞത്, ഖുൽ അഫലാ തത്തഖൂൻ. എങ്കിൽ നിങ്ങളെ അല്ലാഹുവിന് തഖ്വയുള്ളവരാകാത്തത് എന്തുകൊണ്ടാണ്? എന്താണ് തഖ്വ? ഇംതിസാലു അവാമിരിഹി വജിത്തിനാബു നവാഹിഹി. ഇംതിസാലു അവാമിരിഹി, അല്ലാഹുവിന്റെ കൽപ്പനകളെ നിങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കാത്തത് എന്താണ്? വജിത്തിനാബു നവാഹിഹി, അല്ലാഹു നിരോധിച്ചതിനെ ഒഴിവാക്കാത്തത് എന്താണ്? ഒന്നാമത്തെ കൽപ്പന ഉഅ്ബുദുല്ലാഹ്, എന്തുണ്ടെങ്കിലും അല്ലാഹ്ക്ക് മാത്രം. പിന്നെന്തിനാണ് നിങ്ങൾ ഈ ജാറങ്ങളെ വെച്ചിരിക്കുന്നത്? അതേപോലെ തന്നെ ലാ തഅബുദു ലാ വജ്തനിബു താഗൂത്ത്, ജാറങ്ങളെ ഒഴിവാക്കുക. ഇത് അല്ലാഹുവിന്റെ കൽപ്പനയല്ലേ? ഒന്ന് അല്ലാഹുവിനെ അംഗീകരിക്കാനുള്ള കൽപ്പന, രണ്ട് ജാറങ്ങളെ ഒഴിവാക്കാനുള്ള കൽപ്പന. ഇത് രണ്ടും നിങ്ങൾ എന്താണ് അംഗീകരിക്കാത്തത്? ഇതല്ലേ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചത്? അപ്പോഴല്ലേ അവർ പ്രശ്നം ഉണ്ടാക്കിയത്? ഇപ്പൊ ഖുറൈശികൾ അള്ളാഹുവിനെ പൂർണ്ണമായി അംഗീകരിക്കുന്നവരാണ്, അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ്, അള്ളാഹു റബ്ബാണെന്ന് അംഗീകരിക്കുന്നവരാണ്, അള്ളാഹു ഖാലിഖാണ് മാലിക്കാണെന്ന് അംഗീകരിക്കുന്നവരാണ്. പിന്നെ എന്തുകൊണ്ട് അള്ളാഹു തആല അവരെ മുശ്രിക്കെന്ന് വിളിച്ചു? നമ്മൾ എന്തുകൊണ്ട് ജാറക്കാരെ മുശ്രിക്കെന്ന് വിളിക്കുന്നു? പിന്നെ എന്തുകൊണ്ട് അള്ളാഹു അവരെ കാഫിർ എന്ന് വിളിച്ചു? നമ്മൾ എന്തുകൊണ്ടാണ് ജാറത്തിൽ പോകുന്ന ആളെ കാഫിർ എന്ന് നമ്മൾ വിളിക്കുന്നത്? എന്തുകൊണ്ടാണ്? വളരെ വ്യക്തമായ ന്യായമാണിത്. അന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ വിളിച്ചത് മുശ്രിക്കീങ്ങളും കാഫിറുകളും എന്നാണ്. അവരെ അടുപ്പിക്കാൻ പറ്റൂല എന്ന് അല്ലാഹു തആല പറഞ്ഞത്, ഇന്നല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീന. കിതാബിന്റെ അഹ്ലുകാർ നിഷേധികളാണ് അവർ, ജൂതനസാറാക്കൾ. വൽ മുശ്രിക്കീന, മുശ്രിക്കീങ്ങൾ മക്കത്തെ പാരമ്പര്യക്കാർ മുശ്രിക്കീങ്ങളാണ്, അവർ ജാറത്തിന്റെ ആൾക്കാരാണ്. ഉലൈക ഹും ശർറുൽ ബരിയ, വൃത്തികെട്ടവരാണ് അവർ. ഇമാമത്ത് നിർത്താൻ അവരെ പറ്റൂല, ഖത്തീബാക്കാൻ അവരെ പറ്റൂല, കാളിയാക്കാൻ അവരെ പറ്റൂല, വീട്ടിന്റെ അടുക്കളയ്ക്ക് എറയത്ത് കയറ്റാൻ പറ്റൂല. അത്ര കടുപ്പമുള്ള മുശ്രിക്കുകളാണ് ജാറക്കാർ. അല്ലേ ഖുർആന്റെ ഭാഷ? എന്തിനാ ഒളിപ്പിച്ചു വെക്കുന്നത്? എന്തിനാണ് ഈ ബഹുസ്വരത? എന്തിനാണ് ഈ ഒപ്പിക്കൽ പരിപാടി? ഇല്ല കൂട്ടരെ, ശർഈയായ വിഷയത്തിൽ ഒപ്പിക്കൽ പരിപാടിയില്ല. കൗനിയായ വിഷയത്തിൽ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ആവാം. ഇൻസാനിയായ വിഷയം, മാനുഷിക വിഷയത്തിൽ നമുക്ക് എന്ത് അഡ്ജസ്റ്റ്മെന്റും ആവാം. ഇസ്ലാമിന്റെ കാര്യത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല. ഉപ്പയായാലും ശരി, ഉമ്മയായാലും ശരി, ജ്യേഷ്ഠാനുജന്മാരായാലും ശരി, പെങ്ങളായാലും ശരി, മരുമക്കളായാലും ശരി, അത് അള്ളാഹു വളരെ കൃത്യമായിട്ട് പറഞ്ഞതാണ്. ഖുൽ ഇൻ കാന ആബാഉക്കും, നിങ്ങളെ ബാപ്പമാര്, വഅബ്നാഉക്കും, നിങ്ങളെ മക്കള്, വഇഖ്വാനുക്കും, നിങ്ങളെ സഹോദരങ്ങള്, വഅസ്വാജുക്കും, നിങ്ങളെ ഇണകൾ, മാപ്പിള അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ, വഅശീറത്തുക്കും, നിങ്ങളെ കുടുംബക്കാര്, അഹബ്ബ ഇലൈക്കും, അവരോടാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ, മിനല്ലാഹി, അല്ലാഹുവിനേക്കാൾ,
റസൂലിഹി അള്ളാന്റെ റസൂലിനേക്കാൾ ജിഹാദിൻ ഫീ സബീലി അള്ളാന്റെ റസൂലാണ് എനിക്ക് വലുത് എന്ന ത്യാഗം എന്ത് വില കൊടുത്തും സംരക്ഷിക്കുന്നതിനേക്കാൾ, അതാണ് ജിഹാദ്. ഈ 3 കാര്യങ്ങളെക്കാൾ നിങ്ങൾക്ക് മേൽപ്പറയപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇഷ്ടം, താല്പര്യമെങ്കിൽ ഫതറബ്ബസു, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അത് തന്നെയാണ് ഫലസ്തീൻ തൊട്ട് കാസർഗോഡ് വരെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ വെല്ലുവിളി അള്ളാഹുവിൻ്റെ. ഫതറബ്ബസു, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഹത്താ യഅതി അല്ലാഹു ബിഅംരി, അല്ലാഹു തആല അവൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നത് കാത്തിരുന്നു കൊള്ളുക. ഫതറബ്ബസു, കാത്തിരുന്നു കൊള്ളുക. അതിനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വല്ലാഹി, ഫലസ്തീൻ തൊട്ട് കാസർഗോഡ് വരെയുള്ള പ്രശ്ന പരിഹാരത്തിന് ഒറ്റ മാർഗമേ ഉള്ളൂ. യുദ്ധകാല അടിസ്ഥാനത്തിൽ ഷഹാദത്ത് സഹിയാക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദ സഹിയാക്കുക. മുഹമ്മദ് റസൂലുള്ളാഹി കൊടുത്ത ഷഹാദ സഹിയാക്കുക. അല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ഗൗരവത്തോടുകൂടി തന്നെ മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹൽ അലീമ ലി വലക്കും വസ്തഗ്ഫിഹി അന്നി വഅൻകും وعن جميع المسلمين والمؤمنين أجمعين واستغفروه إنه هو الغفور الرحيم. الله الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين محمد وآله وصحبه أجمعين. عباد الله اتقوا الله حق تقاته ഇത്തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സഹോദരങ്ങളെ, സഹോദരിമാർ, ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ ഭയമാണ്, അള്ളാഹുവിനെ പേടിയാണ്. അള്ളാഹു വെറുത്തേക്കുമോ എന്ന് ഭയപ്പെടുന്നുണ്ട് ഖുറൈശികൾ പലരും. പാരമ്പര്യക്കാരെ പോലെ, നമ്മുടെ കാലഘട്ടത്തിലെ സാധാരണക്കാരെ പോലെ വല്ലന്മാരെ വാക്കുകളും പ്രസംഗങ്ങളും കേൾക്കുന്നത് കേട്ടതിനാൽ ആരും ഭയപ്പെടുന്നു. അള്ളാഹ് വെറുത്ത് കളയുമോ, അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരെ തള്ളിപ്പറയലായി പോകുമോ, ജാറങ്ങൾ വേണ്ടാന്ന് വെക്കുമ്പോൾ അള്ളാഹ് നമ്മളോട് വെറുത്ത് കളയുമോ, അള്ളാഹ്ക്ക് നമ്മുടെ വിഷമം വന്നു പോകുമോ. ഇതാണ് സാധാരണക്കാരൻ്റെ അവലാതി. ആ വിഷമം വേണ്ട എന്നാണ് നാം ചരിത്രം പറഞ്ഞുകൊണ്ട് പറയുന്നത്. ഇതേ വിഷമം തന്നെയായിരുന്നു ഖുറൈശികൾക്ക്. ഹംസ റളിയല്ലാഹുവിൻ്റെ ചരിത്രം നാം പറഞ്ഞു. ഉമർ റളിയല്ലാഹുവിൻ്റെയും ചിന്ത അതാണ്. മുഹമ്മദ് പറയുന്നത് അനുസരിച്ചാൽ അള്ളാഹു വെറുത്തേക്കുമോ, അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ വെറുത്ത് എന്നുള്ള അഡ്രസ്സിലായി പോകുമോ, മഹാന്മാരെ തള്ളിപ്പറഞ്ഞു എന്ന ആ കുറ്റപ്പേര് വരുമോ. ഇതാണ് ഉമർ റളിയല്ലാഹുവിൻ്റെ പേടി. ആ പേടിയോടുകൂടിയാണ് അഷ്റഫുൽ ഹഖിനെ എതിർത്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിനെ സംബന്ധിച്ച് ഒരു അഭിപ്രായ വ്യത്യാസം ഉമർ റളിയല്ലാഹുവിനില്ല. മുഹമ്മദ് മുസ്തഫ തങ്ങളോടും വ്യക്തിപരമായിട്ടൊരു വെറുപ്പുമില്ല. അള്ളാഹ് മാത്രം മതി എന്ന് പറയുന്നതിനോട് യോജിക്കാൻ കഴിയുന്നില്ല. കാരണം ഉസ്താദുമാരും ഷെയ്ഖന്മാരും പണ്ടേ ഉപ്പപ്പമാരൊക്കെ നേരെ തിരിച്ചാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അത് ചിന്തിക്കുമ്പോൾ ഉമർ റളിയല്ലാഹുവിനെ ആകെ മാത്രം ബുദ്ധിമുട്ട് എന്താണ്. അതിനിടയിലാണ് നാം കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഹഖ് കഅബാലയത്തിൽ നിന്ന് നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഖുർആൻ ഓതുന്നത് ഒളിഞ്ഞിരുന്നത് ഖത്താബിൻ്റെ മനൂബറിന് കേൾക്കാൻ ഇടവന്നത്. ഹസ്രത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹു തന്നെയാണ് പറയുന്നത്. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ റിപ്പോർട്ട് ചെയ്ത വിഷയമാണിത്. ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, വഅജ്ജബ്തു വതഅജ്ജബ്തു മിൻ തഅലീഫിഹി, ഞാൻ ഇതുവരെ ഖുർആൻ കേട്ടിട്ടില്ല. ഖുറൈശികൾ പറയുന്നതനുസരിച്ച് ഞാൻ അതിനെ തള്ളിയിട്ടേ ഉള്ളൂ. മുഹമ്മദിന്റെ വകയാണ്, മുഹമ്മദ് കെട്ടിയുണ്ടാക്കിയതാണെന്നൊക്കെ പറഞ്ഞത് ഞാൻ കേട്ടു. മുഹമ്മദിന്റെ ഖബായിൽ ഞാനത് കേട്ടിട്ടില്ല, നേരിട്ട് കേട്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാൻ ഖുർആൻ ഷരീഫ് മുഹമ്മദ് പാരായണം ചെയ്യുന്നത് കേൾക്കുന്നത്. ഫതഅജ്ജബ്തു, എനിക്ക് അത്ഭുതം തോന്നി. മിൻ തഅലീഫിഹി, ആ ഖുർആനിന്റെ ആ ക്രോഡീകരണവും ആ അവതരണ രീതിയും എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. ഖത്താബിന്റെ മകൻ ഉമർ പറയുകയാണ്. ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. അത്ഭുതപ്പെടുത്താൻ കാരണം അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവമുള്ള വിഷയമാണ് സൂറത്തുൽ ഹഖയുടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ തുടക്കത്തിൽ പാരായണം ചെയ്ത വിഷയം കേട്ട് ഇപ്പോൾ എവിടെ എത്തി? ഓരോ സംഭവങ്ങൾ രാഷ്ട്രീയമായ ഇടപെടൽ അള്ളാഹുവിൻ്റെതാണ്, മുഹമ്മദിൻ്റെതല്ല എന്ന് ഉമർ തിരിച്ചറിയുന്നു. ആദിനെ പറ്റി പറഞ്ഞു, ഭയങ്കരമായ കൊടുങ്കാറ്റ് അള്ളാഹുവിന്റെ വകയാണ്. അതേപോലെ തന്നെ സമൂദിനെ നശിപ്പിച്ച ഭൂകമ്പം അള്ളാന്റെ വകയാണ്. അതൊക്കെയാണ് മുഹമ്മദ് ഓതിക്കൊണ്ടിരിക്കുന്നത്. അറബി ഭാഷ നന്നായിട്ട് അറിയാവുന്ന ഖത്താബിന്റെ മകൻ ഇവിടെ ഞെരിഞ്ഞ് പൊളിയുകയാണ് ഇവിടെ ഒറ്റക്ക് ഇരുട്ടത്ത് കഅബാലയത്തിന്റെ കില്ലന്റെ മറയിൽ നിന്നുകൊണ്ട്. അങ്ങനെ ഓതി ഖിയാമത്ത് നാളിലേക്ക് എത്തി റസൂലുള്ളാഹി തങ്ങൾ ഓതിയിട്ട് സൂർ എന്ന കാഹളം ഖിയാമത്ത് നാള് പർവ്വതങ്ങളും ഭൂമിയും തകിടുപൊടിയാകുന്ന വിഷയം ഓതി. അങ്ങനെ ഓതി അവസാനം മഅ്ശറയിലെത്തി. فأما من أوتي كتابه بيمينه فيقول هاؤم اقرءوا كتابيه إني ظننت أني ملاق حسابيه
മുലാഖിൻ ഹിസാബിയ ഫഹുവ ഫീ ഈശത്തിർ റാദിയ ഫീ ജന്നത്തിൻ ആലിയ ഖുതൂഫുഹാ ദാനിയ കുലൂ വശ്റബൂ ഹനീഅൻ ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ. ഖത്താബിന്റെ മനുമുർ കേൾക്കുകയാണ് അഷ്റഫുൽ പറയണം. എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഗൗരവമുള്ള വിഷയം, എനിക്കും നിങ്ങൾക്കും വിശദമായിട്ട് പഠിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്തെങ്കിൽ ഇൽമിൽ അല്ലാഹു വർധനമുണ്ടാക്കി തരട്ടെ, സമയത്തിലും അല്ലാഹു ബർക്കത്ത് ചെയ്ത് തരട്ടെ. തുടർന്നങ്ങോട്ട് നമുക്ക് ഈ വികാരങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ച് നമ്മുടെ ഷഹാദ സഹിയാക്കാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നും ഈ സമൂഹത്തോട് നമ്മുടെ കടപ്പാട് എന്താണെന്ന് നമുക്ക് വിശദീകരിക്കാം. അലാ വസല്ലു വസല്ലിമു അലൻ നബിയിൽ മുസ്തഫ വർ റസൂലിൽ മുർത്തദ വഖാല മുഖ്ബിറൻ വആമിറ ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ اللهم صل وسلم على رسولك سيدنا محمد وعلى آله وصحابه وأتباعه ومن تبعهم بإحسان إلى يوم الدين. اللهم ارض عن شرف خلفائه الراشدين المهديين أبي بكر وعمر وعثمان وعلي رضي الله عنهم أجمعين وارض عنا معهم برحمتك يا أرحم الراحمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم إنك مجيب الدعوات وقاضي الحاجات. طيب ثرانا وثراهم واجعل الجنة مأوانا ومأواهم. اللهم ارحمنا وارحم والدينا رب ارحمهما كما ربياني صغيرا. اللهم ارحمنا وارحم موتانا وموتى المسلمين. اللهم اغفر لهم وارحمهم واعف عنهم وعافهم يا رب العالمين. اللهم اشفنا واشف مرضانا اللهم ومرضى المسلمين شفاء لا يغادر سقما. اللهم عافنا وعاف مبتلانا ومبتلى المسلمين عافية لا سقم معها. اللهم اصلحنا واصلح ائمتنا وامتنا وولاتنا وولاة امورنا واجعل امورنا بايدي خيارنا حتى يقودنا الى الخير من هو خير منا. اللهم انصر جيوش المسلمين وفك اسر المأسورين وقض الدين عن المدينين. اللهم اكتب الستر والسلامة علينا وعلى والدينا واولادنا وازواجنا وعلى جميع الحجاج والعمار والزوار والغزاة والمسافرين صاددين واردين في بدك وبحرك وجوك أجمعين يا رب العالمين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم لا تشفي خلقنا بالنار ولا تجعلنا من حطب النار فإنها بئس الدار وبئس المثوى وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله على خير خلقه محمد وآله وصحبه أجمعين والحمد لله رب العالمين.